നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. നമ്മളൊരു ഹെഡ്ലൈറ്റ് നമ്മുടെ വാഹനത്തിന് മേടിക്കുന്ന സമയത്ത് ഏത് ഹെഡ്ലൈറ്റിലോട്ട് അപ്ഗ്രേഡ് ചെയ്യും? കാരണം നമുക്ക് പൊതുവേ വാഹനങ്ങളിൽ വരുന്ന ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. നമ്മൾ പൊതുവേ അത് LED-ലോട്ടോ അല്ലെങ്കിൽ ഒരു HID-ലോട്ടൊക്കെ കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. പഴയ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് HID ഏറ്റവും നല്ലതാണ്. ഈ കാണുന്ന ഒരു HID യൂണിറ്റ് അടിപൊളിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒസറാമിൻ്റെയാണ് ഞാൻ അന്നിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു HID ഇപ്പം നല്ലതാണോ? അതായത് ഈ 2024 നമ്മളൊരു ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 2024 കഴിഞ്ഞ് 2025 നമ്മൾ ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു HID നല്ലതാണോ, അതോ LED വേണോ, അതോ ഒരു പ്രൊജക്ടർ ടൈപ്പ് വേണോ, ഏതാണ് ഏറ്റവും നല്ലത്? ഇതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഇങ്ങനൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുന്നത് @JinuJos1842 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ബ്രോ, LED ആണോ നല്ലത്, HID ആണോ നല്ലത്? ഒന്ന് പറയാമോ? 100%. ഇതിനകത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത്. അതായത് LED ആണോ HID ആണോ നല്ലതെന്ന് ചോദിച്ചിരിക്കുന്നത്. ഈ HID ആണോ LED ആണോ എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന ഒരു HID ആണ്. HID-യുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നല്ലൊരു വെട്ടം തന്നെയാണ്, ഞാൻ പല വീഡിയോസിലും അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് ഇപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു HID-യുടെ ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഇഷ്യൂ കുറച്ച് കൂടുതലാണ്. എന്നാൽ കമ്പാരിറ്റീവ്ലി ഒരു ഹാലജൻ ബൾബ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ കുറവാണ്. പക്ഷേ ഒരു LED വെച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റിംഗ് ഇഷ്യൂ ഇവന് കൂടുതലാണ്. അപ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? HID കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, HID ഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വയറിംഗ് കിറ്റ് നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഒരു ഫുൾ വയറിംഗ് കിറ്റ്, നമ്മുടെ ബാറ്ററി ടു റിലേ ടു ഹെഡ്ലൈറ്റ്, അതായത് ഈ പറയുന്ന ഒരു ബല്ലാസ്റ്റർ യൂണിറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ പറയുന്ന ഒരു ഡിവൈസിലോട്ട് അല്ലെങ്കിൽ ഒരു HID യൂണിറ്റിൻ്റെ ബൾബ് സെഗ്മെൻറ്റ് കാര്യങ്ങളിലെല്ലാം പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കാണുന്ന ആ ഒരു HID യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യൂണിറ്റ് ശരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ കൺസ്യൂം ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ പവറിൻ്റെ ഡിവൈസും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നമ്മുടെ വാഹനത്തിൽ അഡീഷണലായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇല്ല. ഈ വയറിംഗ് കിറ്റും കാര്യങ്ങളൊക്കെ ഊരി മാറ്റാനുള്ള ബുദ്ധിമുട്ട് നമുക്ക് ഈ ഒരു HID എടുത്തു കഴിഞ്ഞാൽ വരുന്നുണ്ട്. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളൊരു LED ആണെങ്കിലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. യെസ്, അതേ സ്ഥാനത്ത് ഈ ഒരു LED ആണെങ്കിലോ, ഈ ഒരു LED വളരെ സിമ്പിളാണ്. ഇതൊരു H4 ടൈപ്പിൻ്റെയാണ്. പല വേരിയൻസും H7, H8, H1 അങ്ങനെ ഒരുപാട് മോഡൽസിൻ്റെ നമുക്ക് ഈ ടൈപ്പ് വരുന്നുണ്ട്. അതിന് ബൾബ് ഏറെക്കുറെ സെയിം തന്നെയായിരിക്കും. കുറച്ച് ഡിസൈൻ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ യൂണിറ്റും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. 78 watts ആണ് ഈ ഒരു HID ബൾബ്, ഈ ഒരു LED ബൾബ് വരുന്നത്. അപ്പോൾ ഈ LED ബൾബ് നമ്മൾ ഇടുന്നതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പവർ കൺസപ്ഷൻ, അതായത് നമ്മുടെ കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. അത് HID-ക്കും കമ്പാരിറ്റീവ്ലി കുറവ് തന്നെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് കുറവാണ്. കമ്പാരിറ്റീവ്ലി ഒരു HID ഹാലജൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഹീറ്റ് ജനറേഷൻ വളരെ കുറവാണ് ഒരു LED-ക്ക് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ മതി. അതായത് വേറെ അഡീഷണൽ ആയിട്ടുള്ള വയറിംഗ് കിറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ നോർമൽ കൺവെൻഷണൽ ടൈപ്പ് ഹാലജൻ ബൾബ് ഊരുക, ഇത് നേരെ കണക്ട് ചെയ്യുക, പ്ലഗ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. വളരെ സിമ്പിളാണ്. നാളൊരു സമയത്ത് എന്തെങ്കിലും വാറണ്ടി ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുമെന്ന് പേടിക്കാൻ വേണ്ട. കാരണം എന്തെങ്കിലും വാറണ്ടി കാര്യത്തിനൊക്കെ നമ്മൾ വാഹനം കൊടുക്കുന്ന സമയത്ത് ഈ ഒരു LED ഊരിയിട്ട് ഹാലജൻ ബൾബ് ഇട്ട് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. ഇനി ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്. ഇതിന് വലിയ ഡിസഡ്വാൻറ്റേജസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ലോ ക്വാളിറ്റി കുറഞ്ഞ LED ബൾബ്സിന് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ലൈറ്റിന് ആദ്യം ഉണ്ടാകുന്ന ഒരു വെട്ടം ഒരിക്കലും പിന്നത്തേക്ക് കിട്ടത്തില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ വെട്ടം മങ്ങി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാൻ ഒരുപാട് വാഹനങ്ങളിൽ ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഫേസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും നമ്മളൊരു LED ഇടുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ വാഹനത്തിൽ നിങ്ങളൊരു LED ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമ്പനി ചെക്ക് ചെയ്ത് നല്ല കമ്പനിയാണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം ഇടാവുള്ളൂ. കാരണം LED-യിൽ വെട്ടം മാത്രം പോരാ. വെട്ടം കിട്ടുന്നത് ഓക്കെ, അത് നമുക്ക് ഒരു ലോ ക്വാളിറ്റി ബൾബിന് നമുക്ക് വെട്ടം കിട്ടും. പക്ഷേ വെട്ടം മാത്രമല്ല, മഴയുള്ള സമയത്ത് മഞ്ഞുള്ള സമയത്ത് നമുക്ക് നല്ല രീതിക്ക് റോഡ് വിസിബിലിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ കൺഫേം ആക്കുക. പലരും പറയുന്ന പോലെ ഒരു യെല്ലോ ലൈറ്റ് അല്ലെങ്കിൽ ഒരു വാം വൈറ്റ് ഇട്ടാൽ മാത്രം മഴയുള്ള സമയത്ത് നമുക്ക് ഓടിക്കാൻ സാധിക്കും എന്ന് പറയുന്നത് തെറ്റാണ്. പ്യുവർ വൈറ്റ്, അതായത് ഇത് 6000 കെൽവിൻ അല്ലെങ്കിൽ 6500 കെൽവിൻ്റെ ബൾബ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് വഴി കാണാൻ സാധിക്കും. നല്ലൊരു LED ആണെന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മളൊരു LED ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല LED ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്കൊരു പ്രൊജക്ടർ LED കൂടെ കണ്ടാലോ? ഓക്കെ, ഈ കാണുന്നതാണ് ഒരു പ്രൊജക്ടർ LED. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രൈ കളറാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ല. ഇതിൻ്റെ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഇതൊരു ട്രൈ കളർ LED ആണ്. അതായത് 3 കളേഴ്സ് വരുന്നുണ്ട് ഈ ഒരു LED-യിൽ. അപ്പോൾ ഇത് ശരിക്കും വെറും ഒരു LED മാത്രമല്ല, ഇതൊരു പ്രൊജക്ടർ LED ആണ് ഈ വരുന്നത്. മോട്ടോണീഡ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊജക്ടർ LED ആണ് വരുന്നത്. ഈ ഒരു LED യൂസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യാനുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബാക്കിയുള്ള ലൈറ്റ്സ്, അതായത് ഇപ്പോൾ ഒരു ഹാലജൻ ആയിക്കോട്ടെ, HID ആയിക്കോട്ടെ, നോർമൽ ഒരു LED ടൈപ്പൊക്കെ ആണെങ്കിൽ പോലും ഇത് സ്കാറ്റർ ചെയ്താണ് പോകുന്നത്. അതായത് ലൈറ്റ് നമ്മുടെ റിഫ്ലക്ടർ വഴി റിഫ്ലക്റ്റ് ചെയ്താണ് പുറത്തോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു പ്രൊജക്ടർ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തൊരു റിഫ്ലക്ടറിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് തന്നെ ആസിറ്റീസ് ഒരു ചെറിയ റിഫ്ലക്ടർ ഉണ്ട്. അത് മാത്രമല്ല, ഈ പറയുന്നൊരു ലെൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ലൈറ്റിനെ
പ്രൊജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതായത് പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വൈഡ് ആക്കി കൊടുക്കുകയാണ്. പക്ഷേ അതൊരു ഫിക്സഡ് ആംഗിളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ചുമ്മാതെ നമുക്ക് വേസ്റ്റ് ആയിട്ട് ലൈറ്റ് പോകുന്നില്ല, അല്ലെങ്കിൽ സ്കാറ്റർ ആയിട്ട് പോകുന്നില്ല. ഒരു നിശ്ചിത ലെവലിൽ കൃത്യമായിട്ട് നമുക്കൊരു പ്രൊജക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് അവിടെ ഫിക്സഡ് ആയിട്ട് കിട്ടും. ഈ ഒരു ലൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കൃത്യമായിട്ട് എല്ലാവർക്കും കാണിച്ചു തരാൻ ചെയ്യാം. അപ്പോൾ ഇതെടുക്കുന്ന ഈ മൂന്നിൽ ഏതെടുക്കുന്നതാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കമ്പാരിറ്റീവ്ലി പറയും ഒരു LED ലൈറ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. സാമ്പത്തികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊജക്ടർ ടൈപ്പ് എടുത്താലും പ്രശ്നമില്ല. പക്ഷേ നിങ്ങളുടെ ഇരിക്കുന്ന ഒരു ഹാലജൻ ബൾബുള്ള ടൈപ്പ് ഹെഡ് ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ നോർമൽ നമ്മുടെ LED ലൈറ്റ് തന്നെ വെക്കുന്നതാണ്. അത് നല്ല ബ്രാൻഡ് നോക്കി വെക്കുക. ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡ് വെക്കണമെന്ന് പറയുന്ന കാര്യം വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഈ പറയുന്ന പോലെ റേറ്റ് കുറഞ്ഞത് കിട്ടുന്ന സമയത്ത് അതിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റി ഡിഫറൻസ് വരുന്നുണ്ട്. മഴയൊക്കെ ഉള്ള സമയത്ത് മഞ്ഞുള്ള സമയത്ത് നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടും. ആ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞത്. അപ്പം ഈ മൂന്നിൽ ഏതാണ് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ LED ഞാൻ സജസ്റ്റ് ചെയ്യും. ഇത് നല്ലതല്ലേന്ന് ചോദിച്ചാൽ നല്ലതാണ്. പക്ഷേ ഇവിടെ വരുന്ന ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇതിന് കുറച്ച് എക്സ്പെൻസ് കൂടുതലാണ്. അതായത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഈ ഒരു എക്സ്പെൻസ് നിങ്ങൾ മീറ്റ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇതെടുക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ ഇത് ഹെഡ്ലൈറ്റിൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു ഫോഗ് ലാമ്പോ കാര്യങ്ങളൊക്കെ വരുന്ന സ്ഥലത്ത് ആഡ് ചെയ്യാം. വിത്ത് ഹൈ ആൻഡ് ലോ വരുന്ന ടൈപ്പ് തന്നെയാണ് ഈ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ കൂടെ നിങ്ങൾ മറക്കാതെ കണ്ടോണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോണം. ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.